بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 67 മുതൽ 70 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. فَأَمَّا مَنْ تَابَ, ഇവിടെ ഫഅമ്മ ഇതിൽ മീം മുഷദ്ദദ ശ്രദ്ധ നൽകപ്പെട്ട മീമുണ്ട്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കേണ്ടതാണ്. ഫഅമ്മ മൻ താബ, ഇതിലുള്ള സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ താബ വആമന, ഈ പദത്തിൽ ഹംസ ദീർഘിപ്പിക്കുന്ന അലിഫ് മദ്ദുൽ ബദൽ എന്നാണ് ഇതിന് പറയുക. പ്രത്യേകിച്ച് ഹുക്മൊന്നും ഇവിടെയില്ല, എന്നാൽ തബീഇയ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ് അതിന് നൽകുക. വആമന വഅമില സാലിഹ, ആമില ഐന് ശ്രദ്ധിക്കുക, സ്വാലിഹൻ സ്വാദും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ടവയാണ്. സ്വാലിഹൻ ഫഅസ, അതിലുള്ള തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായ ഫ വന്നു. സ്വാലിഹൻ ഫഅസ, ഫഅസ ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. ഫഅസ അൻ യകൂൻ, ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ വന്നു. ഈ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ്. ഫഅസ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. വറബ്ബുക, റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. വറബ്ബുക യഖ്ലുഖു, യഖ്ലുഖു ഖായിന് തഫ്ഖീം കൊടുക്കണം, ഖാഫിനും തഫ്ഖീം കൊടുക്കണം. യഖ്ലുഖു, യഖ്ലുഖു മാ യശാ, മാ യശാ, ഇതിലുള്ള ദീർഘ അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മാ യശാ വയഖ്താർ, യഖ്ലുഖു മാ യശാ, മാ യശാ വയഖ്താർ. യഖ് എന്ന് പറയുമ്പോൾ ഖായിന് തഫ്ഖീമാണ്. യഖ്താർ അലിഫിന് തർഖീഖാണെന്നത് ശ്രദ്ധിക്കുക. അഥവാ തഫ്ഖീമിൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്ന അലിഫിന് മാത്രമേ തഫ്ഖീം ഉണ്ടാകൂ, മറ്റക്ഷരങ്ങൾക്കൊക്കെ തർഖീഖാണ്. വയഖ്താർ അന്ത്യത്തിൽ വന്ന റായിന് തഫ്ഖീം കൊടുക്കണം. ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. മാ കാന ലഹുമുൽ ഖിയറ, മാ കാന, എല്ലാ അലിഫുകളും ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നതിനാൽ തർഖീഖ്. മാ കാന ലഹുമുൽ ഖിയറ, ഖി എന്ന് പറയുമ്പോൾ ഖായിന് കസ്റുണ്ട്, ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കാം. റായിന് തഫ്ഖീം കൊടുക്കുക. അൽ ഖിയറ. സുബ്ഹാനല്ലാഹി, സുബ് ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. സുബ്ഹാനല്ലാഹി, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലുള്ള ലാമിന് തഫ്ഖീം കൊടുക്കണം. സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അമ്മ മീം മുശദ്ദദ മണിക്കണം. അലിഫുകൾക്കൊക്കെയും തർക്കീഖാണെന്ന് ശ്രദ്ധിക്കുക. ഐൻ്റെ ഉച്ചാരണം യുശ്രികൂൻ.
എല്ലാ ഹർഫുകളും ക്ലിയറായി മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. വറബ്ബുക വീണ്ടും റാഇന് തഫ്ഖീം. വറബ്ബുക യഅലമു യഅലമു ഐന് തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. നേരത്തെയും ഐൻ ഉച്ചരിക്കപ്പെട്ടു. അതിന് ശരിയായ വിധത്തിലുള്ള ശബ്ദം കൊടുക്കണം. വറബ്ബുക യഅലമു മാ തുകിന്നു തുകിന്നു നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. തുകിന്നു സുദൂറുഹും സുദൂറുഹും സ്വാദ് നിസ്ബിയ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തടിപ്പിച്ച് ഉച്ചരിക്കണം. എന്നാൽ ശേഷം ദാല് വരുന്നുണ്ട്. ദാല് തർക്കീഖിൻ്റെ അക്ഷരമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാലിൽ തഫ്ഖീം ചേർന്നുകൊണ്ട് അതിന് ഒരു ബാദ് പോലെയുള്ള ശബ്ദം വരുന്നത് സൂക്ഷിക്കണം. സുദൂറുഹും സുദൂറുഹും പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തെ മീമുണ്ട്. ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. ശേഷം വാവ് വന്നത് വളരെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. സുദൂറുഹും റാഇന് തഫ്ഖീം. സുദൂറുഹും സുദൂറുഹും വമാ യുഅ്ലിനൂൻ യുഅ്ലിനൂൻ ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വമാ യുഅ്ലിനൂൻ വഹുവ വഹുവ വാവ് രണ്ട് ചുണ്ടിൽ നിന്നും ഉച്ചരിക്കണം. വൃത്താകൃതിയിൽ ചുണ്ടുകളെ വെച്ചുകൊണ്ടാണ് വാവിൻ്റെ ഉച്ചാരണം വരിക. എന്നാൽ ഹ മദ്മൂമത്ത് വഹുവ വഹുവ വ്യക്തമാക്കി എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുക. വഹുവ അല്ലാഹു അല്ലാഹു എന്ന ഇസ്മുൽ ജലാല അതിന് തഫ്ഖീം കൊടുക്കുക. ലാ ഇലാഹ ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ലാ ഇലാഹ ഇല്ലാഹു ഹുവ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി ഇല്ലാഹു എന്ന് നിർത്തുക. തബീഇയ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം നൽകുക. ഇല്ലാഹു ലഹുൽ ഹംദു ലഹുൽ ഹംദു അൽ ഹംദു ഇതിലുള്ള സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ ഫിൽ ഊലാ ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. ക്ലിയറായി ഉച്ചരിക്കുക. ഫില്ലൂല എന്നായി പോകരുത്. ഫിൽ ഊല വൽ ആഖിറ അവിടെയും ഹംസ ക്ലിയറാക്കി ഉച്ചരിക്കണം. വൽ ആഖിറ ഖാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. റാഇന് പൂർണ്ണമായ തഫ്ഖീം. വൽ ആഖിറ വലഹുൽ ഹുക്മു വലഹുൽ ഹുക്മു വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. കാഫ് ഷിദ്ദത്തും ഹംസുമുള്ള അക്ഷരമാണ്. അൽ ഹുക്മു വഇലൈഹി തുർജഊൻ വഇലൈഹി തുർജഊൻ റാഇന് തഫ്ഖീം കൊടുത്ത് തുർജഊൻ എന്നുച്ചരിക്കുക. ഐനിൻ്റെ ഉച്ചാരണവും ക്ലിയറാക്കുക. വഇലൈഹി തുർജഊൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى
ربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون.